ഹായ് ഗായ്സ്, ക്രൈസി മലയാളീസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ചേട്ടനും കൂടി ഇന്ന് കനകക്കുന്നിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ന്യൂ ഇയർ ക്രിസ്മസ് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇവിടെ വന്ന് തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്തുമാത്രം ആളുകളാണ് വന്നിട്ടുള്ളതെന്ന്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടെങ്കിലും ഈ വർഷവും പതിവ് തെറ്റിക്കാതെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലും മതി വരില്ല കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ടിക്കറ്റ് റേറ്റ് അതിപ്പോൾ കുറവായിരുന്നു, 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തെയും പോലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇത്തവണയും കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തവണ തിരുവനന്തപുരത്ത് പല ഭാഗത്തായിട്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും ലൈറ്റ് ഷോസും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത്തവണയും കനകക്കുന്നിലെ കാഴ്ചകൾ കാണാനായിരുന്നു ആളുകൾക്ക് കൂടുതൽ തിരക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒട്ടും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ വന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഇവിടെ എല്ലാ വർഷത്തെ പോലെ വന്നിട്ടുണ്ട്. ഒട്ടും അടുപ്പ് കൂടാതെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വരുന്നത് കേട്ടോ. കാരണം ഓരോ വർഷവും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേനേക്കാളും കൂടുതൽ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ വർഷവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ വന്നതിൻ്റെ തലേ ദിവസം ഇവിടെ ഒരു മരമൊക്കെ വീണിട്ട് കുറച്ച് ലൈറ്റ്സൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ കാണാനായിട്ട് ആദ്യം കുറച്ച് ലൈറ്റ്സൊക്കെ കുറവായിരുന്നു, എന്നാലും പിന്നെ ഉള്ളിലോട്ടൊക്കെ നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം പോയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു, അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയായിരുന്നു. ഇത്തവണത്തെ ഇവിടെ ഉള്ള ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരുന്നു ഈ ചൈനീസ് തീമിലുള്ള ഒരു ന്യൂ ഇയർ സെലിബ്രേഷനായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചു ഈ ന്യൂ ഇയറിനൊക്കെ ചൈനയിലൊക്കെ ഇതുപോലത്തെ വിളക്കുകളൊക്കെ അവർ വീടുകളിലൊക്കെ തൂക്കാറുണ്ട്, അപ്പോൾ ആ ഒരു തീമായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡ്രാഗണൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം ചൈനീസ് ഇയർ അനുസരിച്ച് ഓരോ വർഷം ഓരോ ആനിമൽസാണ് അവരുടെ തീമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ ഡ്രാഗൺ കൊണ്ടുവന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, ഈ വർഷം കുതിരയാണ് ചൈനീസ് ഇയറിലുള്ള മൃഗമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഡ്രാഗണിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമായിരുന്നു. അപ്പോൾ അത് കാണാനും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ആളുകൾ ഒരുപാട് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് മുന്നോട്ടൊക്കെ നടക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ കാണുന്നത്. നല്ല ഭംഗിയുള്ള നിയോൺ ലൈറ്റ്സും LED ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഇഗ്ലു കണ്ടത്. ശരിക്കും ഇഗ്ലുവിൻ്റെ അകത്ത് കയറാനായിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്നതുകൊണ്ടാണ് ഞാനും കയറിയത്. കാരണം അകത്തുനിന്ന് ഒരു പുക പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല തണുപ്പായിരിക്കുന്നു. ശരിക്കും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമെൻറ്റിൻ്റെയൊക്കെ പൊടി ഇങ്ങനെ പറക്കുകയായിരുന്നു. നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അകത്തുനിന്ന് പൊടി പറക്കുകയായിരുന്നു. പക്ഷേ അത് അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യായിരുന്നു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കൂളറൊക്കെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു തണുപ്പൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. അകത്ത് കയറിയവരെല്ലാം എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്ത് വന്നു കേട്ടോ. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉള്ള എല്ലാം ഫ്ലവർ ഷോ ആയിരുന്നു. അപ്പം നിറയെ പൂക്കളും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ചെടികളൊക്കെ ആണെങ്കിൽ പോലും അതൊക്കെ നല്ലപോലെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അത് വളരെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു, നല്ലപോലെ അത് പൂത്ത് നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് കേട്ടോ. നല്ല നല്ല ചെടികളായിരുന്നു ഓരോ ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഓരോരോ ഡിസൈനിൽ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ആളുകളെല്ലാം ഇതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള പിറ്റൂണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത് കേട്ടോ. ശരിക്കും രാത്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, നേരെ ഇരുട്ടിയതുകൊണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ കുറച്ചുകൂടി നല്ലതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ എനിക്ക് മനസ്സിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ വിങ്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. വിങ്ക എന്ന് പറയുന്ന ചെടി നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന നിത്യകല്യാണി എന്ന് പറയുന്ന ചെടിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ ഹൈബ്രിഡ് ഇനമാണ് ഈ കാണുന്നതെല്ലാം. ഭയങ്കര കളേഴ്സിലുള്ളതൊക്കെ ഇപ്പോൾ ഒരുപാട് കളേഴ്സിലുള്ളത് അവൈലബിൾ ആയിട്ട് കിട്ടും, നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്, നല്ല കളേഴ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോഴും ഇവിടെ കുറേ ചെടികളും അതുപോലെ തന്നെ ലൈറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കനകക്കുന്നിൻ്റെ മെയിൻ എൻട്രൻസ് ഭാഗമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവിടെയും ക്രിസ്മസിൻ്റെ ഒരു തീമിൽ സാന്താക്ലോസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയുടെ രൂപത്തിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് മാനുകളുടെയൊക്കെ രൂപത്തിലൊക്കെ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെയും കുറച്ച് ലൈറ്റ്സും പിന്നെ ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇതൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം അതിനെ നോക്കി നിന്നാലും സമയം പോകുന്ന അറിയില്ല. നല്ല വെറൈറ്റി കളേഴ്സിലുള്ള ചെടികളായിരുന്നു എല്ലാം. ഇതിലെ ഓരോ ചെടികളുടെ പൂക്കളും എടുത്തു പറയത്തക്ക രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. വളരെ റയർ ആയിട്ടുള്ള കളേഴ്സും കാണാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു നേരിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പസിൽ മോഡലിൽ വഴികളൊക്കെ ആയിട്ട് അതെല്ലാം ലൈറ്റ്സ് വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമായിരുന്നു, അതിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെയും കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ഇലച്ചെടികളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പല വെറൈറ്റി ചെടികളാണ് ഒന്നിച്ച് വെച്ചിട്ടുള്ളത്. വളരെ പല ഷേപ്പിലും പല കളേഴ്സിലും ഒക്കെ ഉള്ള ഇലകളൊക്കെ ഉള്ള ചെടികളാണ്. ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതിലെല്ലാം ഓരോ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഗാർഡൻ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല പ്രൈസ് കിട്ടിയിട്ടുള്ള ചെടികളൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് പൂക്കളുള്ള ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ ഇലച്ചെടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇതിനൊന്നും വലിയ കെയർ കൊടുക്കേണ്ട കാര്യമില്ല. പൂക്കളുള്ള ചെടികളെ പോലെ അത്ര കെയർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ കണ്ടായിരുന്നു. കലാത്തിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പല വെറൈറ്റി ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ചെടികളൊക്കെയാണ്. ഇതെല്ലാം റോയോ ചെടികളാണ് കേട്ടോ. അതൊക്കെ കാണാനും പല കളേഴ്സിലുള്ള വെറൈറ്റി ചെടികളായിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്ത ചെടികളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. പല വെറൈറ്റി ഇനങ്ങളിലുള്ള പല കളേഴ്സിലുള്ള ചെടികളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ള നാടൻ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തെച്ചി ചെടിയും അതിൻ്റെ വെറൈറ്റി പൂക്കളൊക്കെ ഉള്ള പല കളേഴ്സിലുള്ള ചെടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ മെലസ്റ്റോമ എന്ന് പറയുന്നത്. അതുപോലെ സീനിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നാടൻ വെറൈറ്റി സീനിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ സീനിയയുടെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഡോർഫ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് റോസിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. റോസിൻ്റെ കളക്ഷൻ കുറവായിരുന്നെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കുറച്ച് പ്ലാന്റ്സ് ആയിരുന്നെങ്കിലും. പിന്നെ ഇവിടെ കുറച്ച് നാടൻ പിറ്റൂണിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ക്രിസാന്തം പ്ലാന്റ്സ് ഒക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സെലോഷ്യ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി നാടൻ ചെടികളും ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ 10 മണി ചെടികളും 4 മണി ചെടി എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. അതൊക്കെ പകൽ സമയത്തൊക്കെ അതിൽ പോവുകയാണല്ലോ. പിന്നെ ഇവിടെ കുറേ ആയുർവേദ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാം കറക്റ്റ് പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പല ചെടികളുടെയും. ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെയൊക്കെ പേരറിയുന്നത്. പണ്ട് നാടൻ ചെടികളൊക്കെയാണ്. നമ്മുടെ തുമ്പ ഉണ്ടായിരുന്നു, നറുനീണ്ടി ചെടിയുണ്ട്, കയ്യോന്നി ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഫ്ലവർ ഷോയുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ കനകക്കുന്ന് പാലസിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് കൂടുതൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിരുന്നു. വളരെ റയറായിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള പൂക്കളാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. ശരിക്കും ഒരു പൂക്കളുടെ കാർപ്പറ്റ് വിരിച്ചതുപോലത്തെ രസമായിരുന്നു നേരിട്ട് കാണാൻ ഈ ചെടികളെല്ലാം ഒരുമിച്ചിങ്ങനെ പൂത്തിരിക്കുന്നതായിട്ട്. അപ്പോൾ ഇവിടെ കുറേ തെച്ചി ചെടികളുടെ പല കളേഴ്സിലുള്ള ചെടികളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ക്രിസാന്തം പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു എല്ലാം നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഗാർഡൻ എല്ലാം നല്ലപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കനകക്കുന്ന് പാലസ്. അതിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു സെക്ഷൻ എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിറച്ച് ചെടികളായിരുന്നു, നിറയെ പൂക്കളായിരുന്നു. പറയാൻ പറ്റില്ല, അത്ര ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഇതെല്ലാം തന്നെ. ഇവിടെ നല്ല ഭംഗിയുള്ള ഡാലിയ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു, നല്ല വലിപ്പമായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും തന്നെ ഈ പൂക്കളുടെ അടുത്തിരുന്നൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടെയെല്ലാം നല്ല രീതിയിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വലിയൊരു
ആമ്പൽ ചെടിയുടെ ഇലയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഏതോ വിദേശ രാജ്യത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആമ്പൽ ചെടിയാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല. ശരിക്കും കണ്ട വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഏതൊരു തോണി പോലെ തോന്നും. അത്രയും വലിപ്പത്തിലുള്ള ആമ്പൽ ചെടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 50 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ഒരു ബാംബു ചെടിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിറയെ ചൈനീസ് ബാൽസത്തിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കിഡിൻ്റെ കളക്ഷൻസൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ജറബറ പ്ലാന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പലരും വാങ്ങുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ജറബറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീസ് ലില്ലിയുടെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതുപോലെ പൂത്തിയിപ്പുണ്ട്. അതുപോലെ തന്നെ ലില്ലി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഇതൊക്കെ വിദേശത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ്. എല്ലാം റെയറായിട്ട് മാത്രം കാണാൻ കഴിയുന്ന കളേഴ്സാണ് കേട്ടോ ഈ ചെടികളൊക്കെ. അതുപോലെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബോൺസായി ചെടികളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാളും എല്ലാ തവണത്തേക്കാളും കൂടുതൽ ബോൺസായി ചെടികൾ ഇത്തവണ കാണാൻ പറ്റി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെറൈറ്റിയാണ് കേട്ടോ ഈ ബോൺസായി ചെടികളിലൊക്കെ. വീടുകളിലൊക്കെ ഒരുപാട് പേര് വെക്കുന്നുണ്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ ഒരു പസിൽ ഏരിയയാണ് ഈ കാണുന്നത്. അത് ദൂരെ നിന്ന് ഞാൻ കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഇതൊക്കെയാണ് കൂടുതലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ബൊഗൈൻവില്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ ബോൺസായിയുടെ തന്നെ പനയുടെയും തെങ്ങിൻ്റെ എല്ലാം ബോൺസായി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ റെയറായിട്ട് കാണുന്നതാണ് അങ്ങനത്തെ മരങ്ങളുടെയൊക്കെ ബോൺസായി ചെടികൾ. ഇതൊക്കെ നല്ല വർഷം പഴക്കമുള്ളതാണ്. ഇതൊക്കെ ഒരു 50-60 വർഷം പഴക്കമുള്ള വലിയ ആൽമരമാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം നമ്മുടെ പല മരങ്ങളുടെയും ഒരു ചെറിയ രൂപമാണ് ഈ കാണുന്ന പുളിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാവ്, പ്ലാവ് അങ്ങനെ പല നാടൻ വെറൈറ്റി മരങ്ങളുടെയും ബോൺസായി ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഒരുപാട് വർഷം കൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഒരുപാട് ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതുപോലെ ബോൺസായി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കയറുമ്പോൾ ഇവിടെ നിറയെ ചെടികളുടെ പൂക്കളിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ. കുഞ്ഞു പൂക്കളായിരുന്നു. ഇതെല്ലാം തന്നെ വിദേശത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് ബേബി പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു തരം പൂവാണ്. പക്ഷേ അത് നമ്മുടെ പൈനാപ്പിൾ ചെടിയല്ല കേട്ടോ. ഇതെല്ലാം വിദേശത്തുനിന്ന് കൊണ്ടുവന്നിട്ട് പൂക്കളാണ്. നമ്മുടെ നാട്ടിൽ നിന്നും കാണുന്ന വെറൈറ്റി ഒന്നുമല്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്ലാസ്റ്റിക് ചെടിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇതെല്ലാം റിയൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ബൊക്കയായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കേടുകൂടാതെ കുറേ ആഴ്ചകളായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഇതിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ദിവസം പോയപ്പോഴും അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം പ്രദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓർക്കിഡ് പൂക്കളാണ് കേട്ടോ. നല്ല ബ്ലൂ കളറിൽ. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോരോ പൂക്കളും വെറൈറ്റി പൂക്കളാണ്. ശരിക്കും നമ്മൾ ആ പ്ലാസ്റ്റിക് പൂക്കളാണെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ചെടികളൊന്നും അല്ല ഇതൊക്കെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പൂക്കളെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ഷേപ്പുകളിലൊക്കെയാണ് ഓരോ ബൊക്കയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ ഓർക്കിഡ് കളക്ഷൻസിൻ്റെ കുറച്ച് ഏരിയയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പല കളേഴ്സിലുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ബാൾസം വെറൈറ്റി ചെടികളും സെലോഷ്യ പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കുറച്ച് ആന്തൂറിയൻ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ആന്തൂറിയൻ ചെടിയായിരുന്നു, പല കളേഴ്സിലുള്ളത്. പിന്നെ ഇവിടെ കുറേ 10 മണി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിറ്റൂണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ആന്തൂറിയൻ ചെടികളുടെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ റയറായിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കാറ്റസ് പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് ഞാനും ചേട്ടനും അങ്ങനെ മുന്നോട്ട് നടക്കുകയായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിലും സൈസുകളിലും ഒക്കെ ഓരോ ചെടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കാനായിട്ട് ഇവിടെ കുറേ ആളുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇതിൻ്റെ അടുത്തൊന്നും പോകാതെ ഇതിലൊന്നും പൂവൊക്കെ പറിക്കാതെയൊക്കെ എപ്പോഴും ഇവിടെ നിറയെ ആളുകൾ വളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് കിടക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫ്ലവർ ഷോയുടെ ഏകദേശം കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനും ചേട്ടനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെയും കുറച്ച് ചെടികളൊക്കെ ഇലച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും കുറേ പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിറയെ സ്റ്റാളുകളും പല വ്യത്യസ്ത ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ക്യാൻഡിൽസൊക്കെയാണ്, നല്ല മണമൊക്കെ ഉള്ള ക്യാൻഡിൽസാണ്.
അപ്പോൾ ആ മെഴുകുതിരികളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി കുറേ കാറും ടോയ്സും, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങയാണ്. ഇപ്പം മാങ്ങയുടെ സീസണാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്റ്റാളിൽ നിറയെ കശുവണ്ടിയാണ് കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ ചുട്ട കശുവണ്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഭയങ്കര വിലയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചക്കയുടെ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ ചിപ്സ് നമ്മൾ എണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്, ഇതിന് നല്ല മധുരമായിരുന്നു. ഞാൻ അവരുടെ ചോദിച്ചു ഒരു പഞ്ചസാര എന്തെങ്കിലും ആഡ് ചെയ്തതാണോ, അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിപ്സായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അവിടെ നമ്മൾ പുറത്ത് വരുമ്പോൾ ഇതുപോലെ ഹൈബ്രിഡ് വെറൈറ്റി കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. പീസ് ലില്ലിയുടെയൊക്കെ ചെറിയ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഏരിയയാണ് കേട്ടോ. പല വെറൈറ്റി ചെടികളും നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് കണ്ട ചെടികൾ തന്നെയാണ് ഇവിടെ കുറേയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ കളക്ഷൻസ് വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. അല്ലെങ്കിൽ 10 മണി ചെടികളുടെയൊക്കെ ഓരോ കൊമ്പിനും 15-20 രൂപയ്ക്കൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിംസും റൈഡ്സും ഒക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെ ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെയും കുറച്ച് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ വഴിയിലെല്ലാം വഴിയോര കച്ചവടക്കാരുടെ ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരം കനകക്കുന്നിലെ ക്രിസ്മസ് ന്യൂ ഇയർ കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നേരിട്ട് വന്ന് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.